ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഈ കൊറോണ ആയിട്ട് സേഫ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഇല കൊണ്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള ഇലയാണ്, വീട്ടുമുറ്റത്തു നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു കട്ടിയുള്ള ബുക്കിൻ്റെ ഉള്ളിൽ, ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഡയറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ തണ്ട് മുറിച്ചിട്ട് ഈ ഇല ഓരോന്നായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഈ ബുക്ക് അടിച്ചിട്ട് ഒരു 1-2 ദിവസം വെക്കണം. ഈ ഒരു ഗ്ലാസിൻ്റെ ജാറാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതിൽ ഫസ്റ്റ് ബേസായിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ ഫാബ്രിക് അക്രിലിക് കളേഴ്സിൻ്റെ തന്നെ ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്പോഞ്ച് കൊണ്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും. കുറച്ച് പെയിൻറ്റും മതി. ബ്രഷ് ആവുമ്പോൾ അത് അവിടെ ഇവിടേക്ക് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പകുതി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങേണ്ട, ഒരു പകുതി ആയിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഈ ഫ്ലഷ് ടിൻ്റ് എന്നുള്ള ഒരു കളർ കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു ഷെയ്ഡ് പോലെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഷെയ്ഡ് മുഴുവനായിട്ടും ഇതിമേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ഈ സ്പോഞ്ചൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഓരോ ടൈമിൽ ഓരോന്നെടുത്ത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് നമ്മുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി ഉണക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ ഇലകളൊക്കെ ജസ്റ്റ് ഒരു ദിവസം മാത്രമേ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ. കാരണം ഇത് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത വലിയ കട്ടിയൊന്നും ഇല്ലാത്ത നേർത്ത ഇലകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ഇലക്കും ഓരോ പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാത്തിനും പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഒരു സ്റ്റിക്കർ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലിൽ ഇനി ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണം. ഇതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒരു പൂവിൻ്റെ ഒക്കെ പോലെ ഉണ്ട്. ഈ ഒരു ഇലൻ്റെ ഷേപ്പ് നല്ല ഭംഗിയുള്ള കാരണം ഇപ്പോൾ ഒരു പൂവ് പോലെ ഉണ്ട്, പൂവ് വരച്ച പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫെവിക്കോള് ഇതിൻ്റെ ബാക്കിൽ തേച്ച ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഫെവിക്കോളും കൊണ്ട് കേട്ടോ. കളറൊന്നും ഇളക്കി പോകില്ല. അപ്പോൾ ഇത് നല്ലോണം ഇതിന് ഫിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും കണ്ടാൽ നമ്മൾ വരച്ച പോലെ ഉണ്ടെന്നേ തോന്നുള്ളൂ. അപ്പോൾ അത്ര നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാണാൻ ലുക്കൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഈ ഒരു ചാക്കുനൂലും കൂടെ കെട്ടി കഴിഞ്ഞാൽ ഉഷാറാവും. ഞാൻ മുകളിലും താഴെയും ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഷോ പീസോ അല്ലെങ്കിൽ ഫ്ലവർ വേസോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇനിയും കിടിലൻ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.